നമ്മുടെ വണ്ടിയുടെ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിനിടെ ചെറുപുഴ മീൻതുള്ളിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ രാജേഷിന് കണ്ണൂർ ജില്ല വിട ചൊല്ലി. ശനിയാഴ്ച വൈകുന്നേരമാണ് രണ്ട് ജീവനുകൾ രക്ഷപ്പെടുത്തുന്നതിനിടെ രാജേഷ് കാര്യങ്കോട് പുഴയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായത്. ഇന്ന് ഉച്ചയോടെയാണ് പുളിങ്ങോത്തിന് സമീപത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പെരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ശേഷം നടത്തിയ പൊതുദർശനത്തിൽ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ, സെക്രട്ടറി ബിറ്റാജി തോമസ്, ചെറുപുഴ പോലീസ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. മൃതദേഹത്തിൽ ചെറുപുഴ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ, പഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി എന്നിവരും അനുഗമിക്കുന്നുണ്ട്. കൂടാതെ രാജേഷിന്റെ സഹപ്രവർത്തകരും മറ്റു സുഹൃത്തുക്കളും മൃതദേഹത്തെ അനുഗമിച്ച് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം സഹകരിച്ച് വന്ന് പ്രവർത്തിച്ച MLA സാറിനും, പിന്നെ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, പിന്നെ അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നമ്മളോടൊപ്പം ഒരേ രീതിയിൽ നിന്ന് പ്രവർത്തിച്ച് ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ SI സാറ്, CA സാറ്, മറ്റ് സാമൂഹിക പ്രവർത്തകർ, നമ്മളോടൊപ്പം കൂടി നിന്ന നാട്ടുകാർ, പിന്നെ നമ്മുടെ ആദംസ് രാഷ്ട്രീയ പ്രവർത്തകർ, പിന്നെ ആദംസിൻ്റെ പ്രവർത്തകർ, പിന്നെ റാഫ്റ്റിൻ്റെ ടീമുകൾ, അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാവരെയും നമ്മളോടൊപ്പം സഹകരിച്ച് ചേർന്ന് ഇത് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ച, പിന്നെ നമ്മുടെ തഹസീൽദാർ സാറ്, അങ്ങനെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നമ്മുടെ ഇവിടെ കളക്ടർ നമ്മുടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾ കളക്ടർ, ഫയർഫോഴ്സ്, റെസ്ക്യൂ ടീം, ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ ആൻറ്റി, ഇവരുടെ എല്ലാ ടീമുകൾക്കും നന്ദി.